90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. നമസ്കാരം. ഹണ്ടർ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വാഗമൺ നിശ പാർട്ടി കേസിൽ 9 പേർ അറസ്റ്റിൽ. പിടിയിലായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി പാർട്ടി സംഘടിപ്പിച്ചവർ. റിസോർട്ട് ഉടമയായ CPI നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഷാജി കുറ്റിക്കാട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി. റിസോർട്ടിന് മുന്നിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റ സാധ്യത തള്ളാതെ KC വേണുഗോപാൽ. നേതാക്കളെ മണിയടിച്ച് സ്ഥാനമാനങ്ങൾ നേടുന്നവരാണ് കോൺഗ്രസിലെ പ്രശ്നക്കാരെന്ന് പത്മജ വേണുഗോപാൽ. ഉള്ളിൽ വർഗീയതയുള്ള മറ്റൊരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. മുഖ്യമന്ത്രിക്ക് ചേരാത്ത പ്രതികരണമാണ് നടത്തിയത്. വർഗീയ ധ്രുവീകരണത്തിൽ BJPക്ക് വഴിയൊരുക്കുകയാണ് CPIM. കേന്ദ്ര നേതൃത്വം വിഷയം ഗൗരവമായി പരിശോധിക്കണമെന്നും KPA മജീദ്. പാലക്കാട് നഗരസഭയിൽ ദേശീയ പതാക ഉയർത്തി CPIM. കൗൺസിലർമാരാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദേശീയ പതാക ഉയർത്തിയത്. CPIMന്റെ പ്രതിഷേധത്തിനെതിരെ ജയ് ശ്രീറാം വിളിച്ച BJP കൗൺസിലർമാർ. കാർഷിക നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവരാൻ ബുധനാഴ്ച പ്രത്യേക നിയമസഭാ സമ്മേളനം. മന്ത്രിസഭാ യോഗം ഗവർണർക്ക് ശുപാർശ നൽകി. ബദൽ നിയമ സാധ്യത പരിശോധിക്കാൻ 3-അംഗ സമിതി. കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ. തീയതി കർഷകർക്ക് തീരുമാനിക്കാമെന്ന് കൃഷി മന്ത്രാലയം. ജനിതകമാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനത്തിൽ ലോകത്താശങ്ക. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഡൽഹിയിൽ ഉന്നതതല യോഗം തുടങ്ങി. സ്ഥിതി നിയന്ത്രണാതീതമെന്ന് ബ്രിട്ടൻ. കൂടുതൽ രാജ്യങ്ങൾ ബ്രിട്ടനിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. കര, നാവിക, വ്യോമ അതിർത്തികൾ അടച്ച് സൗദി അറേബ്യ. ഇന്ത്യയിൽ 30 കോടി ആളുകൾക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുമെന്ന് ആരോഗ്യ മന്ത്രാലയം. കൊച്ചിയിലെ മാളിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘം നടിയുടെ മൊഴിയെടുത്തു. പ്രതികളെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. നടി മാപ്പ് നൽകിയത് അന്വേഷണത്തിൽ പ്രസക്തമല്ലെന്ന് പോലീസ്. കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ. സ്വർണ്ണക്കടത്ത് കേസിലെ സാമ്പത്തിക ഇടപാടിൽ M ശിവശങ്കറുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടും. നടപടി കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്തെന്ന് ചൂണ്ടിക്കാട്ടി. 14 കോടിയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ നടപടി തുടങ്ങി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകില്ല. വൈദ്യപരിശോധനയ്ക്ക് 2 ദിവസത്തെ സമയം വേണമെന്ന് വിശദീകരണം. KK മഹേഷിന്റെ ആത്മഹത്യയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന ആരോപണം നേരിടുന്ന ആസിഫ് K യൂസഫിന്റെ IAS റദ്ദാക്കും. കേരള സർക്കാർ പിരിച്ചുവിടൽ ശുപാർശ നൽകി. രാജു നാരായണസ്വാമിക്ക് വീണ്ടും നിയമനം. നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. സിസ്റ്റർ അഭയ കേസിൽ വിധി നാളെ. തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധി പറയുക 28 വർഷത്തിന് ശേഷം. പ്രതിപട്ടികയിൽ ഫാദർ തോമസ് M കോട്ടൂർ, സിസ്റ്റർ സെഫി ഉൾപ്പെടെയുള്ളവർ. വിചാരണ പൂർത്തിയാക്കിയത് 1 വർഷവും 3.5 മാസവും കൊണ്ട്. കോട്ടയം നഗരസഭയിൽ BJP അംഗം സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് വാക്കേറ്റം. ഭരണഭാഷയെ അവഹേളിക്കുന്നതിന് തുല്യമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഏതു ഭാഷയിലും സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് വരണാധികാരി. 41 ഡിവിഷൻ അംഗം ശങ്കരനാണ് സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ ഭൂമി സർക്കാരിന്റേതെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ. പണം കൈമാറ്റം UAE റെഡ് ക്രസന്റും യൂണിടാക്കും തമ്മിൽ. സർക്കാരിനോ ലൈഫ് മിഷനോ സാമ്പത്തിക കാര്യങ്ങളിൽ ബന്ധമില്ല. കേന്ദ്ര ഏജൻസികൾ സർക്കാരിനെ ലക്ഷ്യം വെക്കുകയാണെന്നും തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് നീക്കമെന്നും കോടതിയിൽ സർക്കാർ. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിടുതൽ ഹർജിയിൽ വാദം പറയാൻ കൂടുതൽ സമയം വേണമെന്ന് പ്രതികൾ. ജനുവരി 4 കേസ് വീണ്ടും പരിഗണിക്കും. 2 മന്ത്രിമാരടക്കം 6 പേരാണ് പ്രതികൾ. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി സമസ്ത. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ CPIM ചുമതല ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് സമസ്തയുടെ ചോദ്യം. കേരളത്തിലെ മുസ്ലിംകൾ മുഴുവൻ ലീഗുകാരല്ലെന്നും സമസ്ത മുഖപത്രത്തിൽ വിമർശനം. വരുമാനം കുറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പുതിയ നിയമനങ്ങൾക്ക് കർശന നിയന്ത്രണം. കഴിഞ്ഞ 10 മാസത്തെ വരുമാന നഷ്ടം 400 കോടിയായി ഉയർന്നു. ശബരിമലയിലെ വരുമാനം കഴിഞ്ഞ വർഷത്തേതിന്റെ 5% മാത്രമായി ചുരുങ്ങി. എന്നാൽ ചെലവാകട്ടെ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു.
VS ശിവകുമാർ MLA-ക്കും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ വോട്ട് മറിക്കൽ ആരോപണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നെടുങ്കാട് ഡിവിഷനിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയാണ് ആരോപണം ഉന്നയിച്ചത്. UDF BJPക്ക് വോട്ട് മറിച്ചുവെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന പത്മകുമാർ. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ പ്രതി രാജ്കുമാറിന്റെ മരണം കസ്റ്റഡിയിൽ നിന്നേറ്റ മർദ്ദനത്തെ തുടർന്നെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ. ജനുവരി ആദ്യവാരം സർക്കാരിന് റിപ്പോർട്ട് നൽകും. കൊല്ലത്ത് പ്രാദേശിക മാധ്യമ പ്രവർത്തകന് മർദ്ദനം. 24 പുനലൂർ മേഖലയിലെ ലേഖകൻ കുഞ്ഞുമോൻ കോട്ടവട്ടത്തിനാണ് മർദ്ദനമേറ്റത്. സംഭവം വെട്ടിക്കവല പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ. അതിക്രമത്തിന് പിന്നിൽ UDF പ്രവർത്തകരെന്ന് ആരോപണം. നോക്കാം ദേശീയ വാർത്തകൾ. കാർഷിക ബില്ലിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭം ഘടിപ്പിച്ച് കർഷകർ. നേതാക്കൾ 24 മണിക്കൂർ റിലേ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് 4000 കർഷകർ ഇന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും. അതിർത്തിയിൽ വീണ്ടും ചൈനയുടെ പ്രകോപനം. സിവിൽ വേഷത്തിൽ അതിർത്തി കടക്കാൻ ചൈനീസ് സൈന്യം നടത്തിയ ശ്രമം തടഞ്ഞു. സംഭവം ലഡാക്കിലെ നയോമ മേഖലയിൽ. നീക്കം ചെറുത്തത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും നാട്ടുകാരും ചേർന്ന്. അതീവ ഗൗരവമെന്നും പരിശോധിച്ചു വരികയാണെന്നും ഇന്ത്യ. രാജ്യത്ത് 24,337 പേർക്ക് കൂടി കോവിഡ്. 333 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1,45,810. രാജ്യത്ത് ആദ്യഘട്ടത്തിൽ 30 കോടി വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹത്രാസ് കൂട്ടബലാത്സംഗ കൊലപാതക കേസിൽ ഉത്തർപ്രദേശ് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി CBI. ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കൃത്യവിലോപവും വീഴ്ചയും ഉണ്ടായെന്ന് കുറ്റപത്രം. പ്രതികളുടെ പേര് പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടും രേഖപ്പെടുത്തിയില്ലെന്നും വിമർശനം. ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കണമെന്ന് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൌഹാൻ. തീരുമാനം ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ ജനിതക മാറ്റം കണ്ടെത്തിയ സാഹചര്യത്തിൽ. മധ്യപ്രദേശ് ഇൻഡോറിലെ 6 പബ്ബുകളും ബാറുകളും ഡിസംബർ 31 വരെ അടച്ചു. തീരുമാനം കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ. നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മേഖലയിൽ നടന്നുവെന്ന് അക്ഷയ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുന്ന കർഷകരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തതായി പരാതി. ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്നാരോപിച്ചാണ് പേജുകൾ ബ്ലോക്ക് ചെയ്തത്. 7 ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന പേജാണ് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിയറ്റ്നാം പ്രധാനമന്ത്രി ഗുയിൻ സുവാൻ ഫുക്കുമായി കൂടിക്കാഴ്ച നടത്തും. കോവിഡ് പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരിക്കും കൂടിക്കാഴ്ചയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ജമ്മുകശ്മീരിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡൽഹിയിൽ തിക്രി, ധൻസ അതിർത്തികളിൽ ഗതാഗത നിയന്ത്രണം. ജാട്ടിക്കർ അതിർത്തിയിൽ ഇരുചക്ര വാഹനത്തിനും കാൽനട യാത്രക്കാർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂവെന്ന് ഡൽഹി പോലീസ്. ഒഡീഷ സാംബാൽപൂർ ഡിവിഷനിൽ ആനയിടിച്ച് പുരി സൂററ്റ് എക്സ്പ്രസ് പാളം തെറ്റി. ട്രെയിൻ തട്ടി ആന ചെരിഞ്ഞെന്ന് വനം വകുപ്പ്. വെളുപ്പിന് 2 മണിയോടുകൂടി ഹതിബാരി, മനേശ്വർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യത്തിന് കസകം പാർട്ടികളുമായി സഖ്യമുണ്ടാകില്ലെന്ന് കമൽഹാസൻ. ചെന്നൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പരാമർശം. കാർഷിക മേഖലയിൽ നരേന്ദ്രമോദി സർക്കാർ പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. നാഷണൽ ഇ ഗവേണൻസ് പ്രൊജക്ട് ഫോർ അഗ്രികൾച്ചർ നവീകരിക്കും. കർഷകരുടെയും കാർഷിക വ്യവസായത്തിന്റെയും ക്ഷേമമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും പരാമർശം. രാജസ്ഥാൻ, കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശൈത്യത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറ് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കുറഞ്ഞ താപനില 2 ഡിഗ്രി സെൽഷ്യസ് എന്ന റിപ്പോർട്ട്. ജനം ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. നവീകരണമാണ് മനുഷ്യ ശാക്തീകരണത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീ ബുദ്ധന്റെ ആശയങ്ങൾ മനുഷ്യനെ ഉന്നമനത്തിലേക്ക് നയിക്കും. 6ാമത് ഇൻഡോ ജപ്പാൻ സംവാദ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജാർഖണ്ഡിൽ 10-12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ പുനരാരംഭിച്ചു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്ലാസുകൾ നടത്തുന്നത്. ഒറ്റ ഇരട്ടക്രമം അനുസരിച്ചാണ് കുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 22 മുതൽ 25 വരെ 4 ദിവസങ്ങളായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തന ആരോപണത്തിൽ ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ മിഷണറി സംഘം അറസ്റ്റിൽ. പിടിയിലായത് ദക്ഷിണ കൊറിയൻ സ്വദേശിയടക്കം 3 സ്ത്രീകൾ. ഗൗതംബുദ്ധ് നഗറിൽ പോലീസിന്റെ നടപടി മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്ന പ്രദേശവാസികളുടെ പരാതി.
പശ്ചിമബംഗാളിലെ BJP MP സൗമിത്ര ഖാന്റെ ഭാര്യ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. മുതിർന്ന തൃണമൂൽ MP സൗഗത റോയ്, വക്താവ് കുനാൽ ഘോഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സുജാതയുടെ പാർട്ടി പ്രവേശനം. പാർട്ടി BJPയുമായി ലയിക്കുമെന്ന അഭ്യൂഹങ്ങളിൽ പ്രതികരണവുമായി JDS നേതാവ് HD കുമാരസ്വാമി. പാർട്ടി മറ്റേതെങ്കിലും ദേശീയ പ്രാദേശിക പാർട്ടികളുമായി ലയിക്കാൻ പോകുന്നില്ലെന്ന് കുമാരസ്വാമി. പ്രചാരണം വാസ്തവ വിരുദ്ധമെന്ന് പരാമർശം. നടൻ സോനു സൂദിനായി തെലങ്കാനയിൽ ക്ഷേത്രം നിർമ്മിച്ച് ഗ്രാമവാസികൾ. കോവിഡ് പശ്ചാത്തലത്തിൽ സോനു സൂദ് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പ്രദേശവാസികൾ. സിദ്ദിപേട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെയാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത്. ഡൽഹിയിലെ പരിസ്ഥിതി വനസംരക്ഷണത്തിന് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. വനം വകുപ്പിന് കീഴിലുള്ള വിവിധ തസ്തികകളിലേക്കുള്ള നിയമന നടപടികൾ ആരംഭിച്ചതായി ഡൽഹി സർക്കാർ. ഉത്തർപ്രദേശിലെ ലളിത്പൂരിൽ 2 മലയാളികൾ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശികളായ നസിയാർ ഹസനും പിതാവ് TP ഹസൈനാരുമാണ് മരിച്ചത്. നസിയാർ ഹസൻ താൽബേഹട്ട് കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയാണ്. സിക്കിമിൽ മൂടൽമഞ്ഞിനെ തുടർന്ന് വാഹനം അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി ഉൾപ്പെടെ 3 ജവാന്മാർ മരിച്ചു. ജവഹർലാൽ നെഹ്റു റോഡിൽ 17-ാം മൈലിന് സമീപമായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഒരു ജവാനെ ആശുപത്രിയിലേക്ക് മാറ്റി. അന്തർദേശീയ വാർത്തകളിലേക്ക്. ലോകത്ത് പുതുതായി 4,91,000 പേർക്ക് കോവിഡ്. രോഗം ബാധിച്ചവരുടെ എണ്ണം 7,71,00,000 പിന്നിട്ടു. രോഗം ബാധിച്ച് മരിച്ചത് 16,98,000 പേർ. ബ്രിട്ടീഷ് വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി കൂടുതൽ രാജ്യങ്ങൾ. ഫ്രാൻസ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് പുതുതായി വിലക്ക് പ്രഖ്യാപിച്ചത്. നെതർലൻഡ്സ്, പോർച്ചുഗൽ, ബെൽജിയം, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ബ്രിട്ടനിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. കോവിഡ് പ്രതിസന്ധിയിൽ മന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. നീക്കം കൂടുതൽ രാജ്യങ്ങൾ വിമാനയാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ. ബ്രിട്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ യാത്രക്കാരിൽ ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കണ്ടെത്തിയതായി ഇറ്റലി. കോവിഡ് ബാധിതനും സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും നിരീക്ഷണത്തിലെന്ന അധികൃതർ. ബ്രിട്ടനിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇറ്റലി നിരോധനം ഏർപ്പെടുത്തിയത് ഇന്നലെ. അന്താരാഷ്ട്ര ഗതാഗതത്തിന് വിലക്കേർപ്പെടുത്തിയ സൗദി അറേബ്യ. കര, നാവിക, വ്യോമ അതിർത്തികൾ ഒരാഴ്ചത്തേക്ക് അടച്ചിടും. ആരോഗ്യ പ്രവർത്തകർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ യാത്രയ്ക്ക് അനുമതി നൽകും. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വിവിധ രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. അമേരിക്കയിൽ മൊഡേണ വാക്സിന്റെ പ്രാരംഭ വിതരണ നടപടികൾ ആരംഭിച്ചു. അമേരിക്ക അംഗീകാരം നൽകിയ 2ാമത്തെ വാക്സിനാണ് മൊഡേണ. വാക്സിന് അടിയന്തര ഉപയോഗത്തിനുള്ള അംഗീകാരം ലഭിച്ചത് വെള്ളിയാഴ്ച. ഫൈസറും ബയോടെക്കും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ യൂറോപ്യൻ യൂണിയൻ മെഡിസിൻ ഏജൻസി വിലയിരുത്തും. നടപടി ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മാസം 27-ന് വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കാനിരിക്കെ. ബൊളീവിയയിൽ സ്വവർഗ വിവാഹത്തിന് അംഗീകാരം നൽകുന്ന നിയമം നിലവിൽ വന്നു. നിയമം രാജ്യത്തെ വിവാഹ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമാകുമെന്ന് വിലയിരുത്തൽ. ന്യൂജേഴ്സിയിലെ സ്റ്റോർ അടച്ചുപൂട്ടിയ ആമസോൺ. കൂടുതൽ തൊഴിലാളികൾക്ക് ലക്ഷണങ്ങളില്ലാതെ കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഒരാഴ്ച സ്റ്റോറുകൾ അടഞ്ഞുകിടക്കും. തൈവാൻ ഷാൻഡോങ് ദ്വീപിൽ വ്യോമസേനയെ വിന്യസിച്ചു. നടപടി ചൈനീസ് യുദ്ധക്കപ്പൽ ദ്വീപിന് സമീപത്ത് കൂടി കടന്നുപോയതിനു പിന്നാലെ. ചൈനയുടെ സൈനിക നടപടികൾക്കെതിരെ തൈവാൻ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. അമേരിക്കയ്ക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണം 50ഓളം സ്ഥാപനങ്ങളെ സാരമായി ബാധിച്ചതായി റിപ്പോർട്ടുകൾ. സൈബർ ആക്രമണം ഉണ്ടായത് 18,000 സ്ഥാപനങ്ങൾക്ക് നേരെ. ആഭ്യന്തര സുരക്ഷ, പ്രതിരോധ വകുപ്പ്, ട്രഷറി എന്നിവ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിന് പിന്നിൽ റഷ്യ എന്ന ആരോപണത്തിൽ ഉറച്ച് അമേരിക്ക. അമേരിക്കയിൽ കോവിഡ് ദുരിതാശ്വാസ പാക്കേജിൽ തീരുമാനമായി. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി $900 ബില്യൺ അനുവദിക്കും. സെനറ്റ് അംഗങ്ങളുടെ അംഗീകാരം ലഭിച്ചതായി റിപ്പബ്ലിക്കൻ നേതാവ് മിച്ച് മക്കോണൽ. പ്രതിരോധ മേഖലയ്ക്കായി 52 ബില്യൺ തുക പ്രഖ്യാപിച്ച ജപ്പാൻ സർക്കാർ. ചൈനയ്ക്കെതിരെ കൂടുതൽ അത്യാധുനിക ആയുധ ശേഖരങ്ങൾ വർദ്ധിപ്പിക്കാനും തീരുമാനം. ചിലയിൽ കോവിഡ് വാക്സിനേഷൻ അടുത്തയാഴ്ച ആരംഭിക്കും. മുൻനിര പോരാളികൾക്കും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർക്കും ആദ്യം വാക്സിൻ നൽകും. വാക്സിൻ വിതരണത്തിൽ തുല്യത ഉറപ്പുവരുത്തുമെന്ന് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പെനേര. വ്യാപക കോവിഡ് പരിശോധന ആരംഭിച്ച തായ്ലൻഡ്. 10,000 പേരിൽ പരിശോധന നടത്തും. നടപടി തലസ്ഥാനമായ ബാങ്കോക്കിലെ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ കോവിഡ് ക്ലസ്റ്ററുകൾ രൂപം കൊണ്ട പശ്ചാത്തലത്തിൽ. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും തോൽവി സമ്മതിക്കാതെ ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ സംസ്ഥാനത്തെ ബൈഡന്റെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും സുപ്രീം കോടതിയിൽ ഹർജി നൽകി.
ചൈനയുടെ ഭീഷണിക്കെതിരെ നിലപാട് കടുപ്പിച്ചു തായ്വാൻ. തായ്വാന്റെ കടലിടുക്കിലേക്ക് ചൈനയുടെ വിമാനവാഹിനി പ്രവേശിച്ചതോടെ പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. ഒമാനിൽ വൈദ്യുതി ജലമേഖലയിൽ നൽകിയിരുന്ന സബ്സിഡി സ്വദേശി സമൂഹത്തിലെ അർഹരായവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. 2021-25 സാമ്പത്തിക പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. എന്റർടൈൻമെന്റ് വാർത്തകൾ. സഹോദരങ്ങൾ ഒന്നിക്കുന്ന ഫാൻസിക്സ് ബാൻഡിന്റെ വി ത്രീ കിങ്സ് എന്ന ക്രിസ്മസ് ഗാനം പുറത്ത്. ഗാനം ആലപിച്ചിരിക്കുന്നത് ഷാരോൺ, കാതറിൻ, മരിയ എന്നിവർ. ഫാദർ കാപ്പിഷൻ ലോപ്പസ് ആണ് സംവിധാനം. കായിക വാർത്തകൾ. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ISL-ൽ ഇന്ന് ATK മോഹൻ ബഗാൻ ബംഗളൂരു FC നേരിടും. മത്സരം രാത്രി 7:30 ഗോവ പറ്റോഡ സ്റ്റേഡിയത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തകർപ്പൻ ജയം. ലീഡ്സ് യുണൈറ്റഡിനെ 2-നെതിരെ 6 ഗോളിന് തോൽപ്പിച്ചു. യുണൈറ്റഡിനായി ബ്രൂണോ ഫെർണാണ്ടസ്, ഗോഡ് മക്ടോമിനെ എന്നിവർ ഇരട്ട ഗോൾ നേടി. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ജയം. ഏബർ FC 1-നെതിരെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. റയലിനായി കരീം ബെൻസിമ, ലൂക്ക മോഡ്രിച്ച്, ലൂക്കാസ് വാസ്കസ് എന്നിവരാണ് ഗോൾ നേടിയത്. മാറ്റിവെച്ച ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. എക്കണോമിക്സ് പരീക്ഷ ഈ മാസം 30 രാവിലെയും അക്കൗണ്ടൻസി പരീക്ഷ 30 ഉച്ചയ്ക്കും നടക്കും. 31 രാവിലെ ഇംഗ്ലീഷ് പരീക്ഷ. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കടയ്ക്ക് നേരെ ഒരു സംഘം ആക്രമണം നടത്തിയതായി പരാതി. കല്ലേറിൽ തൊഴിലാളികൾക്ക് പരിക്ക്. ആക്രമണം വട്ടിയൂർക്കാവ് മണ്ണറക്കോണ റോഡിൽ പ്രവർത്തിക്കുന്ന കടയ്ക്ക് നേരെ. കൊല്ലത്തെ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റായത് പൂക്കുളം സ്വദേശി കലേഷ്, മടന്നട സ്വദേശി രാജേഷ് എന്നിവർ. പ്രതികളെ പിടികൂടിയത് പരവൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം. ആര്യങ്കാവിൽ പാസില്ലാതെ മറ്റ് തടികൾക്കൊപ്പം കടത്താൻ ശ്രമിച്ച തേക്ക് തടി പിടികൂടി. ഓച്ചിറയിൽ നിന്ന് തെങ്കാശിയിലേക്ക് ലോറിയിൽ കടത്താൻ ശ്രമിച്ച തേക്ക് തടികളാണ് വനംവകുപ്പ് പിടിച്ചെടുത്തത്. കൊല്ലം പുത്തൂരിൽ തെരുവ് നായുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. കുളക്കട സ്വദേശി രതീഷ് കുമാറാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും നാളെ രാവിലെ 7 മണിക്ക് പുറപ്പെടും. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് രഥയാത്ര. ചികിത്സയിൽ കഴിയുന്ന കാവും ഭാഗം NSS കരയോഗം പ്രസിഡന്റ് ഗിരീഷ് രാജിനെ യുവമോർച്ച ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി സന്ദർശിച്ചു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയായിരുന്നു സന്ദർശനം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ എള്ള് കൃഷിയുടെ വിത്ത് വിതയ്ക്കൽ നാളെ നടക്കും. ദേവഹരിതം പദ്ധതിയുടെ ഭാഗമായാണ് വിത്ത് വിതയ്ക്കൽ. ചടങ്ങ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. വാസു ഉദ്ഘാടനം ചെയ്യും. തിരുവല്ല 11 kV ലൈനിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി KCB മണിപ്പുഴ സെക്ഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. കാവുംഭാഗം, പെരിങ്ങര, ഗണപതിപുരം, കൃഷിഭവൻ, കൂരച്ചാൽ, മേപ്രാൽ, കാളക്കടവ്, കാഞ്ഞങ്ങാട്, പുതുക്കുളങ്ങര എന്നിവിടങ്ങളിൽ വൈദ്യുതി മുടങ്ങും. ആലപ്പുഴ അമ്പലപ്പുഴയിൽ ബൈക്കിലെത്തിയ സംഘം യുവാവിനെ ആക്രമിച്ചു. പരിക്കേറ്റത് തോട്ടപ്പള്ളി സ്വദേശി B. ബിജുമോൻ. അമിതവേഗം ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് ആക്രമണത്തിന് കാരണം. ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ പടക്കം പൊട്ടി പൊള്ളലേറ്റയാൾ മരിച്ചു. തൊടുപുഴ അരിക്കുഴ സ്വദേശി PV രവിയാണ് മരിച്ചത്. അങ്കമാലിയിൽ 19-കാരിയെ സ്വകാര്യ സ്ഥാപനത്തിലെത്തി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് നെടുമ്പാശ്ശേരി സ്വദേശി ബേസിൽ ബാബു. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എറണാകുളം ചെല്ലാനത്തെ കടലാക്രമണം മറികടക്കാൻ നവീന ആശയവുമായി പ്രദേശവാസികൾ. കോൺക്രീറ്റ് ക്യൂബുകൾ ഉപയോഗിച്ച് കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാനുള്ള പുതിയ മാർഗവുമായി ചെല്ലാനത്തുകാർ. എറണാകുളത്ത് ബൈക്കിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചതിനെ തുടർന്ന് ബൈക്ക് അജ്ഞാതർ തീവച്ച് നശിപ്പിച്ചു. അപകടം പാലച്ചുവട് പാലത്തിന് സമീപം. എറണാകുളം കോതമംഗലത്ത് മാമലക്കണ്ടത്ത് വ്യാജമദ്യ നിർമ്മാണത്തിനായി തയ്യാറാക്കിയ 150 ലിറ്റർ വാഷ് പിടിച്ചെടുത്തു. ബാരലുകളിൽ നിറച്ച് കുഴിച്ചിട്ട നിലയിലായിരുന്നു വാഷ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് പതിവുള്ള അങ്കുലിയാങ്കം കൂത്ത് വൈശാഖ കാലത്തേക്ക് മാറ്റി. തീരുമാനം കോവിഡ് വ്യാപനം കണക്കിലെടുത്ത്. പത്മരാജൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പത്മരാജൻ ചലച്ചിത്ര സാഹിത്യ പുരസ്കാര സമർപ്പണം ഇന്ന് വൈകിട്ട് 4:30 സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കും. പുരസ്കാരങ്ങൾ സിബി മലയിലും രാധാലക്ഷ്മി പത്മരാജനും വിതരണം ചെയ്യും. കേരള വനിതാ കമ്മീഷന്റെ തൃശൂർ ജില്ലയിലെ മെഗാ അദാലത്ത് നാളെ നടക്കും. കമ്മീഷനിൽ പരിഗണിക്കുന്നത് ജില്ലയിലെ 65 പരാതികൾ. പാലക്കാട് കാന്തളത്ത് വീണ്ടും പുലിയിറങ്ങി. മംഗലം ഡാം പരിസരത്താണ് പുലിയിറങ്ങിയത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് വനപാലകർ പുലിക്കായി തിരച്ചിൽ തുടങ്ങി.
പാലക്കാട് കൊല്ലങ്കോട് മുൻ MLA ടി ചാത്തു അന്തരിച്ചു. 88 വയസ്സായിരുന്നു. അന്ത്യം കൊല്ലങ്കോട്ടെ ആശുപത്രിയിൽ. മുതലമട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നെല്ലിയാമ്പതി സീതാർകുണ്ടിൽ കൊക്കയിൽ വീണ യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഒറ്റപ്പാലം മേലൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹമാണ് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെടുത്തത്. SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി മഞ്ചേരിയിൽ സാന്ത്വന സദനം തുറന്നു. കേന്ദ്രം പ്രവർത്തിക്കുന്നത് തെരുവിൽ അലയുന്നവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ. മലപ്പുറം കരുളായി പാലം ഇന്നു മുതൽ അടച്ചിടും. നടപടി പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾ കരുളായി ചെറിയ പാലം വഴിയും ചന്തക്കുന്ന് ചുങ്കത്തറ വഴിയും കടന്നുപോകണമെന്ന് അധികൃതർ. കോഴിക്കോട് 12 വയസ്സുകാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ആക്രി കച്ചവടക്കാരനെതിരെ കേസ്. തിരൂർ സ്വദേശി അമീറിനെതിരെയാണ് നടപടി. വയനാട് മുട്ടിൽ പറളക്കുന്നിൽ യുവാവിന് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം കരിപ്പൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം തുടങ്ങി. നക്ഷത്രം തൂക്കുന്നതിനിടെ മേക്കപ്പ് മാൻ മരത്തിൽ നിന്ന് വീണ് മരിച്ചു. വയനാട് പുൽപ്പള്ളി സ്വദേശി ഷാബു പുൽപ്പള്ളിയാണ് മരിച്ചത്. നിവിൻ പോളിയുടെ അസിസ്റ്റന്റ് മേക്കപ്പ് മാനാണ്. കണ്ണൂരിൽ CPIM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം C അശോക് കുമാറിന്റെ വീടിന് നേരെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ആക്രമണത്തിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. എത്യോപ്യയിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് തകർന്ന വിമാനത്താവളത്തിന്റെ ദൃശ്യം എന്ന പേരിൽ പ്രചരിക്കുന്നത് തെറ്റായ ചിത്രം. പ്രചരിക്കുന്നത് ലിബിയയിലെ വിമാനത്താവളത്തിന്റെ ദൃശ്യമാണ്. മംഗലാപുരത്ത് നിന്ന് കണ്ടെത്തിയ പെൺകുട്ടിയുടേത് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥയിലേക്ക്. ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടിയെ കർണാടകയിൽ നിന്നും നാടോടികളോടൊപ്പം കണ്ടെത്തിയതാണെന്നും മലയാളി കുട്ടിയാണെന്ന് സംശയിക്കുന്നെന്നും തുടങ്ങുന്ന ഒരു വോയിസ് ക്ലിപ്പ് കുറച്ചു ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതേ ചിത്രത്തോടൊപ്പം കുട്ടിയെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന രീതിയിലും വ്യാജവാർത്ത പ്രചരിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ? ഈ കുട്ടിയെ കുറെ തമിഴ് ഭിക്ഷക്കാരുമായിട്ട് കർണാടകയിൽ പോലീസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ കണ്ട ഒരു മലയാളി കുട്ടി മാതിരി തോന്നുന്ന കാരണം അങ്ങനെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുക. ഇപ്പം ഞങ്ങളുടെ ഒരു ടീമുണ്ട് ഇവിടെ. ഞങ്ങൾ ഹോളി ട്രിനിറ്റിയുടെ ഒരു ടീമുണ്ട്. ഞങ്ങളുടെ ഒരു കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ എല്ലാവരോട് കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും ഞങ്ങളിത് വാട്സപ്പ് മെസ്സേജ് കൊടുത്തോണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഈ കുട്ടി പ്രചരിക്കുന്ന വോയിസ് ക്ലിപ്പിൽ പറയുന്നത് പോലെ മലയാളിയല്ല. കുട്ടിയെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുമില്ല. 24 ഫാക്ട് ചെക്ക് ടീം നടത്തിയ പരിശോധനയിൽ വ്യാജവാർത്തയ്ക്കായി ഉപയോഗിച്ച ഈ ചിത്രം പാകിസ്ഥാനിൽ നിന്നും പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉപയോഗിച്ചതാണെന്ന് കണ്ടെത്താൻ സാധിച്ചു. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ നിന്നും കാണാതായ പെൺകുട്ടിയാണിതെന്നും കുട്ടിയെ കണ്ടുകിട്ടിയാൽ പോസ്റ്റിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തിയെന്ന വാർത്ത വ്യാജമാണെന്ന് വ്യക്തം. ഇതേ ഫോട്ടോ 1 വർഷത്തിലധികമായി ഇത്തരം വ്യാജ വാർത്തകൾക്കായി ഉപയോഗിക്കുന്നതായും 24 ഫാക്ട് ചെക്ക് ടീം കണ്ടെത്തി. ഇപ്പോൾ കിട്ടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെടുങ്കാട് ഡിവിഷനിൽ വോട്ട് മറിച്ചുവെന്ന ആരോപണം നിഷേധിച്ച VS ശിവകുമാർ MLA. ആരോപണം ഉന്നയിച്ച സ്ഥാനാർത്ഥി തന്റെ മണ്ഡലത്തിൽ അല്ല മത്സരിച്ചത്. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് DCCയോടും ഫോർവേഡ് ബ്ലോക്ക് നേതൃത്വത്തോടും ആവശ്യപ്പെട്ടുവെന്നും VS ശിവകുമാർ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ കർഷകരെ മറന്നെന്ന് A വിജയരാഘവൻ. കർഷക സമരങ്ങൾക്ക് പിന്തുണ നൽകി തിരുവനന്തപുരത്ത് പ്രതിഷേധം നടത്തും. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നവരെ സമരം തുടരുമെന്നും A വിജയരാഘവൻ. കാസർഗോഡ് തട്ടിക്കൊണ്ടുപോയ പോലീസുകാരെ വിട്ടയച്ചു. കോസ്റ്റൽ പോലീസിലെ സുബീഷ്, രഘു എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. കുമ്പള ഷിറിയിൽ കടലിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് സംഭവം. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റുകൾ നാളെ മുതൽ താൽക്കാലികമായി നിർത്തലാക്കും. ഡിസംബർ 31 വരെയാണ് UK-യിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക്. സുപ്രധാന പ്രഖ്യാപനവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാർ. ഇക്കാര്യത്തിൽ സാവകാശം വേണ്ടെന്നും വേഗത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തയ്യാറാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.